കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വെണ്ടക്ക പാൽ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ഇത് മസാലയൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പറ്റിയ ഒരു കറിയാണ്. ഇതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. അത് വൃത്തിയായി കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് കറി വെക്കേണ്ട പാകത്തിന് ഇത് മുറിച്ചെടുക്കാം. മസാല കൂടുതലില്ലാത്ത കറി ഇഷ്ടമുള്ളവർക്കാണ് ഈ കറി കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പോൾ ഇതെല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച സവാള ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇതാ നേരിയതായിട്ട് മുറിച്ച സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള ഒന്ന് ചെറുതായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിനായിട്ട് ഞാൻ ഇതിലേക്ക് പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചുവന്ന മുളക് പൊടി ഇതിലേക്ക് ഇടുന്നില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ച വെണ്ടയ്ക്കയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുമ്പോൾ ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറിക്കിട്ടും. നന്നായി ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം മല്ലി പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ച ടേസ്റ്റെല്ലാം ഒന്ന് മാറി വരണം. പൊടികളെല്ലാം നല്ലതുപോലെ റോസ്റ്റായി വന്നതിന് ശേഷം 2ാം പാലാണ് നമ്മൾ ഒഴിച്ച് വേവിച്ചെടുക്കേണ്ടത്. അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ 2ാം പാലാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. വെണ്ടയ്ക്കയെല്ലാം നല്ലതുപോലെ വെന്ത് വരട്ടെ. വെണ്ടയ്ക്കയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് തിളച്ച് വരട്ടെ. ആ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതും കൂടി ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം കറിയെല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വറുത്തിടാൻ വേണ്ടി ഞാനൊരു ചെറിയ പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ കടുകും ചെറിയുള്ളി ചെറുതായി റൗണ്ടിൽ മുറിച്ചതുമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ചെറിയുള്ളി ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം. വറുത്തിട്ടതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വെണ്ടക്ക പാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.